നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുതിയ മലയാള വർഷമായ കൊല്ലവർഷം 1202 ആരംഭിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 17 തീയതിയാണ് ചിങ്ങമാസം 1 തീയതി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ചിങ്ങമാസത്തെ നക്ഷത്രഫലങ്ങളാണ്. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം ഈ 5 നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങൾ നോക്കാം. വളരെ ചുരുക്കത്തിലാണ് ഈ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അശ്വതി നക്ഷത്രക്കാരുടെ ഫലം ആദ്യം നോക്കാം. സൂര്യൻ അവർക്ക് 5-ാം ഭാവത്തിലാണ്. അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആത്മവിശ്വാസമുണ്ടാകും. ജോലി സ്ഥലത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. ഭാവി ആസൂത്രണം ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ഗുണകരമായ കാലമാണ്. 5-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. എങ്കിലും സൂര്യൻ 5-ാം ഭാവത്തിലുള്ളത് കൊണ്ട് ചെറിയ അലച്ചിലുകളൊക്കെ സന്താനങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അതുപോലെ കുടുംബത്തിന് ഗുണകരമായ ചില കാര്യങ്ങൾ ഈ സന്താനങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകും. അതുപോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മക്കളെയൊക്കെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് അവർക്ക് ചേരാൻ സാധിക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് കുടുംബാന്തരീക്ഷം പൊതുവേ സമാധാനപരമായിരിക്കും. ചെറിയ തോതിലുള്ള അതൃപ്തികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ശുക്രൻ നീചത്തിലായതുകൊണ്ട് സൗഹൃദ കാര്യങ്ങളിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരോ ഒക്കെ ഒരല്പം പിണക്കം കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ കഫജന്യ രോഗങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. 3-ൽ ചൊവ്വ സഞ്ചരിക്കുന്നതുകൊണ്ട് ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കും. ബന്ധുക്കളെ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം ഒന്നിച്ചിരുന്ന് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ യാത്ര ചെയ്യാനോ ഒക്കെ യോഗം ഉണ്ട്. ആത്മീയ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനും യോഗമുണ്ട്. ഭരണി നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അവരുടെ നക്ഷത്ര ദശാധിപനായ ശുക്രനാണ് ഇപ്പോൾ നീച രാശിയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മന്ദത എല്ലാ കാര്യത്തിലും അനുഭവപ്പെട്ടേക്കാം. നമ്മുടെ പ്രവർത്തനത്തിലാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും ചെറിയ ഒരു ലാഗിങ്, ഒരു സ്പീഡ് കുറവ് അനുഭവപ്പെട്ടേക്കാം. വ്യക്തിപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുപോലെ ചില ആളുകളുടെ, സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ വിരോധം നേരിടുന്ന സാഹചര്യം ഉണ്ടാകാം. സ്ത്രീകളുടെ വിരോധവും ഉണ്ടാകാം. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെയായിരിക്കും ഇത്തരം വിരോധങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ചൊവ്വ 3-ൽ തുടരുന്നതുകൊണ്ട് ആത്മവിശ്വാസം നല്ല രീതിയിൽ വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്ക് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. സഹോദര സഹായം ഉണ്ടാകും. ഇവരുടെ വ്യാഴ സ്ഥിതി വീട്ടിലെ അന്തരീക്ഷത്തിൽ സമാധാനം ഉണ്ടാക്കും. മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാൻ യോഗമുണ്ട്. വാഹനം പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള വാഹനം നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്ത് മനോഹരമാക്കി എടുക്കാനോ, സീറ്റൊക്കെ ഒന്ന് മാറി മനോഹരമാക്കിയൊക്കെ എടുക്കാനായിട്ട് സാധ്യതയുണ്ട് പുതുവർഷത്തിൽ. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുഹൃത്ത് ബന്ധത്തിൽ വലിയ ദോഷങ്ങളുണ്ടാവില്ല. കാരണം അവരുടെ നക്ഷത്ര ദശാധിപനായ ശുക്രൻ വലിയ ദോഷം അവർക്ക് ചെയ്യില്ല. നീചരാശിയിലായതുകൊണ്ട് ചെറിയൊരു ലാഗിങ് ഉണ്ടാക്കും എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പഠനത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷമാണ് വരുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകാൻ സാധ്യതയില്ല. ചിങ്ങമാസത്തിൽ ദീർഘയാത്രകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ചെറിയ ആലസ്യം, ക്ഷീണം ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. കാർത്തിക മേടക്കൂറും ഇടവക്കൂറും കൂടെ ചേർത്ത് പൊതുഫലമാണ് പറയുന്നത്. കാർത്തിക മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഈ ശുക്രൻ്റെ നീചാവസ്ഥ അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ അവർക്ക് ചൊവ്വ 3-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഉത്സാഹ കൂടുതലും ഉണ്ടായേക്കാം. കാർത്തികയുടെ പൊതുഫലം നോക്കുമ്പോൾ കാർത്തികയുടെ നക്ഷത്ര ദശാധിപൻ സ്വക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം നല്ല രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ധനാഗമത്തിൽ തടസ്സമുണ്ടാകും എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാർ നേരിടാനിടയുള്ള കാര്യം. അത് പ്രത്യേകിച്ച് ഇടവ കൂറുകാർക്കാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. 2-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, അതായത് ധനഭാവത്തിൽ. അതുപോലെ തന്നെ ചൊവ്വ 2-ൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ഒരല്പം ക്രൂരമാകാനോ പരുക്കനാകാനോ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളോട് പോലും, അത് അച്ഛനമ്മമാരാകാം, അതുപോലെ മേലുദ്യോഗസ്ഥരാകാം, ഗുരുക്കന്മാരാകാം, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ വാക്കുകളിൽ നമ്മളറിയാതെ തന്നെ ചെറിയൊരു പരുഷത അല്ലെങ്കിൽ ഒരു റഫ്നെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ സംസാരം കൊണ്ട് പങ്കാളികൾ തമ്മിൽ ചെറിയ വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി ഗുണകരമായിട്ട് വരും. സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുചേർന്ന് പല യാത്രകളൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ പുതിയ ബിസിനസ്സുകളെ പറ്റിയൊക്കെ ഒന്നിച്ച് ചെയ്യാനായിട്ടുള്ള പങ്കാളിത്ത ബിസിനസ്സുകളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്.
ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ വലിയൊരു ധനലാഭത്തിന് ജോലിയിൽ നിന്ന് സാധ്യതയില്ല. സ്വന്തമായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും. ചിലപ്പോൾ പരസ്യമൊക്കെ കൊടുത്തേക്കും. അല്പം പണച്ചെലവ് കൂടുമെങ്കിലും അതിൽ നിന്ന് നല്ല റിട്ടേൺ കിട്ടുന്നതാണ്. ഓണക്കാലത്തൊക്കെ ഒരുവിധം ബിസിനസ് അവർക്ക് കിട്ടുന്നതാണ്. അതുപോലെ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ബിസിനസ്, അതുപോലെ ആയുർവേദ തെറാപ്പികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ല വരുമാനം ലഭിക്കാനുള്ള യോഗമുണ്ട് ചിങ്ങമാസത്തിൽ. അതുപോലെ പല യാത്രകൾ, വിനോദയാത്രകളാണ് പ്രത്യേകിച്ചും സുഹൃത്തുക്കളോടൊപ്പമോ ഫാമിലിയിലെ അംഗങ്ങളോടൊപ്പമോ വിനോദയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. പ്രണയികൾ തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. ചൊവ്വയുടെ ഒരു എഫക്റ്റ് ഇവർക്ക് ഉണ്ടാകും. ശുക്രൻ നീചത്തിലായതിൻ്റെ പ്രയാസം ഉണ്ടാകും. കാർത്തിക നക്ഷത്രക്കാരെക്കാളും ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക മേടക്കൂറുകാരെക്കാളും ഇടവത്തിലുള്ള കാർത്തിക നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഇതിന് സാധ്യത. കാരണം സംസാരത്തിലുള്ള പാകപ്പിഴ, അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രോഹിണി നക്ഷത്രമാണ് അടുത്തത്. രോഹിണി നക്ഷത്ര ജാതരായ ആൾക്കാർ ഇടവക്കൂറിലാണ് വരുന്നത്. അവർക്ക് ചിങ്ങമാസത്തിൽ ബന്ധുക്കളെ കണ്ടുമുട്ടാൻ യോഗമുണ്ട്. ദീർഘകാലമായിട്ട് കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാൻ യോഗമുണ്ട് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് സന്തോഷമായിട്ട് 1-2 ദിവസമൊക്കെ കഴിയാനായിട്ട് സാധിക്കും. എന്നാൽ വീട് വിട്ട് നിൽക്കേണ്ട പല സാഹചര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. കൂടുതൽ യാത്രകൾ, അലച്ചിലുകളൊക്കെ ചെയ്യേണ്ടതായിട്ടും വരും. രോഹിണി നക്ഷത്രക്കാർക്ക് പൂർണ്ണ ഗുണമല്ല ചിങ്ങമാസത്തിൽ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആഘോഷങ്ങളിലായിരിക്കും അവർക്ക് പഠനത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നത്. അതുപോലെ തന്നെ വാഹന ഉപയോഗത്തിനൊക്കെ അവരുടെ കാര്യങ്ങൾ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കണം. വാഹനങ്ങൾ സാഹസ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയില്ല. അവിടെയും ഈ ഓണാഘോഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആഘോഷങ്ങളുടെ പുറകെ ആയിരിക്കും മനസ്സ് പോകുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഇത്തരം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവരുടെ കർമ്മരംഗത്തെ അത് പല രീതിയിൽ ബാധിച്ചേക്കാം. എന്നാൽ ഈ ഒരു മാസം, ചിങ്ങമാസത്തിൽ സമൂഹത്തിലെ ഉന്നതരായ പല ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് പിന്നീട് ജീവിതത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും. ഗുരുക്കന്മാർക്ക് തുല്യരായ ആൾക്കാർ, ഗുരുക്കന്മാരോ അവർക്ക് തുല്യരായ ആൾക്കാരോ, അതായത് ശരിയായ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ആളുകളുമായിട്ട് പരിചയപ്പെടാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ജീവിത പാത ഒന്ന് മാറ്റിപ്പിടിക്കാനും സാധിക്കുന്നതാണ് പുതുവർഷത്തിൽ. ഒരുപക്ഷെ ആത്മീയ പാതയിലേക്കാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലൈനിലേക്ക് നമ്മളെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആ രീതിയിലേക്ക് കൊണ്ടുപോകാം. ഏതായാലും നമ്മുടെ ജീവിതത്തെ മാറ്റിവിടുന്ന ഏതെങ്കിലും ഒരു ഉന്നത വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാൻ ഈ മാസം യോഗമുണ്ട്. ബിസിനസ്സിൽ കുറച്ച് ലാഭമൊക്കെ ഈ മാസം കിട്ടുന്നതാണ്. അതിനെ നമുക്ക് സേവിങ്സ് ആക്കി മാറ്റാൻ സാധിക്കും. ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഷെയറിലോ അല്ലെങ്കിൽ FD ആയിട്ടോ ബാങ്കിലോ ഒക്കെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മിക്കവാറും കുട്ടികളുടെ ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കണക്കാക്കി നിക്ഷേപിക്കാനാണ് സാധ്യതയുള്ളത്. കലാപരിപാടികളിൽ, വിനോദ പരിപാടികളിലൊക്കെ സംബന്ധിക്കുകയും ഒന്നിച്ച് കൂട്ടുകാരുമൊത്ത് അത്തരം പരിപാടികൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാൻ യോഗമുണ്ട്. എന്നാൽ പുതുതായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ചില ആളുകൾ നമ്മുടെ ജീവിതത്തിന് ഒരു കരിനിഴൽ വീഴ്ത്താൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല പേരിന്, സൽപ്പേരിന് കളങ്കം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല വ്യക്തികളുമായിട്ട് നമ്മൾ പരിചയപ്പെടുമെങ്കിലും ആളുകളെ അളന്ന് മാത്രമേ നമ്മുടെ ജീവിതത്തിലോട്ട് കൂട്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കണ്ടു നല്ല വർത്തമാനമാണ് അതുകൊണ്ട് മാത്രം നമ്മുടെ സുഹൃത്താക്കുക, അങ്ങനെ ആ ഒരു രീതി കൊള്ളുകയില്ല. പുതുവർഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കർമ്മഭാവത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ കാര്യത്തിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മകയിരമാണ് അടുത്തത്. മകയിരം ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാം പകുതി മിഥുനക്കൂറിലുമാണ് വരുന്നത്. സാമാന്യം ഗുണകരമാണ് എന്ന് പറയാം. പണവരവ് അല്ലെങ്കിൽ ധനലാഭം ഒരുവിധം ഉണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടാനോ ചിങ്ങമാസത്തിൽ യോഗമുണ്ട്. കാരണം ഉന്നത അധികാരികളുമായിട്ട് നല്ല രീതിയിൽ സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്ക്. പക്ഷേ ഇടവക്കൂറിൻ്റെ നാഥനായ ശുക്രൻ നീചത്തിലായതുകൊണ്ട് ഈ ബന്ധം 100% ഗുണകരമാകണം എന്നില്ല. എങ്കിലും ഈ ബന്ധം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കർമ്മസ്ഥലത്ത് സാധിച്ചു കിട്ടും. അത് ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും കുറച്ച് ഗുണഫലങ്ങൾ കിട്ടും. പിന്നെ ബോണസ് പോലുള്ള ധനം ഒക്കെ കിട്ടാനുള്ള യോഗവും ഉണ്ട്. അന്യദേശ യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വിദേശയാത്രാ യോഗവും ഈ സമയത്ത് ഉണ്ട്.
ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വിദേശയാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് ഗുണം ലഭിക്കുന്നതാണ്. കുടുംബ സമാധാനം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കണമെന്നില്ല. അവിടെ പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പങ്കാളികൾ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ എല്ലാ കാര്യത്തിലും പരസ്പരം ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് കൂടുതൽ ഗുണം. ബന്ധുക്കളുമായിട്ട് ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറാൻ ഈ മാസം യോഗമുണ്ട്. വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2-ൽ നിൽക്കുന്ന ചൊവ്വയാണ് ദോഷകരമാകാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ മിഥുനക്കൂറിലെ മകയിര നക്ഷത്രക്കാർക്ക് ജന്മക്കൂറിലാണ് ചൊവ്വ എന്നുള്ളതും ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ സ്ഥിതി നമുക്ക് ഈ 2 സ്ഥാനങ്ങളിലും ഗുണകരമല്ലാത്തത് കൊണ്ട് ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഇടവക്കൂറുകാർക്ക് 2-ലെ ചൊവ്വ ചെറിയ ധന തടസ്സമൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ഈ ഒരു ചിങ്ങമാസത്തിൽ മറ്റ് ഗ്രഹസ്ഥിതികളെല്ലാം വെച്ച് നോക്കുമ്പോഴും അതുപോലെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ കൂടെ നോക്കുമ്പോഴും വലിയ ധന ദോഷത്തിന് സാധ്യതയില്ല, നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കർമ്മ പുരോഗതി 100% നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അനുകൂലമായ കുറച്ച് കാര്യങ്ങളൊക്കെ ജോലിസ്ഥലത്ത് ഉണ്ടാകും. പുതിയൊരു ജോലിക്ക് ശ്രമിച്ചാലാണ് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. നിലവിലുള്ള ജോലിയിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാം. പുതിയ ജോലിക്ക് ശ്രമിക്കാനായിട്ട് അത്ര നല്ല സമയമല്ല. കാരണം നമ്മൾ നല്ലതാണ് എന്ന് വിചാരിച്ച് പോകുന്ന ചില സ്ഥാപനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയും മെച്ചമായിരിക്കില്ല. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഒരു ചൂഷണം ഉള്ള സ്ഥാപനമാകാം. പ്രോപ്പറായിട്ട് സാലറി കിട്ടാത്ത സ്ഥാപനമാകാം. അല്ലെങ്കിൽ പുറമേ നമ്മൾ ഈ ഹൈപ്പ് കാണിക്കുന്ന അത്രയും ബിസിനസ് ആ സ്ഥാപനത്തിന് ഉണ്ടാവുകയില്ല. സ്വകാര്യ മേഖലയിൽ ജോലി തേടുന്നവർ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ തോതിൽ അനാരോഗ്യവും മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ച് ഭക്ഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പതിവില്ലാത്ത ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് വയറിന് അസുഖം ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ആ കാര്യത്തിലാണ് പ്രത്യേകിച്ച് കരുതൽ വേണ്ടത്. മറ്റു കാര്യങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ട് ചിങ്ങമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം ഓരോരുത്തരും അവരവരുടെ രാശിനാഥനെയും നക്ഷത്ര ദേവതയെയും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. അതുപോലെ രോഗാവസ്ഥകളുള്ളവർ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നേരിട്ട് പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വഴിപാടൊന്നും കൊടുത്തില്ലെങ്കിലും ക്ഷേത്രത്തിലൊരു ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ ചിങ്ങമാസത്തിൽ ശനിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും കഴിയുമെങ്കിൽ ഒരു നെയ്വിളക്ക് അവിടെ തെളിയിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. അപ്പോൾ ഇത്രയുമാണ് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാരുടെ ഫലമായിട്ട് ചിങ്ങമാസത്തിലെ ഫലമായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.